ശോഭാ സുരേന്ദ്രൻ ഇത്തരം വാദങ്ങൾ ഉയർത്തുമ്പോൾ ഈ പൈസ നൽകിയ സ്ത്രീക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതുപോലെ കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തു. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഈ സ്ത്രീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പിന്നീട് പുറത്തു വന്നത്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഈ ആരോപണം തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുരുക്കിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണം എന്നതാണ് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടത്. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. BJP പരാജയം സമ്മതിച്ചുവെന്നും അതിന്റെ സൂചനയാണ് ഈ പുറത്തു വരുന്നതെന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അപ്പോൾ പാലക്കാടിനെ പണം കൊടുത്തു വാങ്ങാനാകില്ല എന്നാണ് ഷാഫിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ. പാലക്കാട് BJPയെയും തിരസ്കരിക്കും, BJPയുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിന്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണു പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. അപ്പം അതിനകത്ത് തന്നെ പറയുന്നത് അടിച്ചു മുഖം തിരിക്കുന്നും പൊളിക്കുമെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. ഇപ്പം പാലക്കാടിന്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരോട് ചെയ്യാനും പറയാനും പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായതുകൊണ്ട് താൻ പ്രതികരിക്കുന്നില്ല എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. പണവും സാരിയും നൽകി തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്നും തെളിവ് ലഭിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും NMR റസാഖ്, ഇടത് സ്ഥാനാർത്ഥി NMR റസാഖും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഞാൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പലതിലും പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് നന്ദി. പക്ഷേ കൃത്യമായ തെളിവില്ലായിരുന്നു. ഈ തെളിവ് കിട്ടുന്നുള്ളതായിരുന്നു. ഇന്ന് തെളിവ് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ശക്തമായി. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ്. തീർച്ചയായും പരാതിയായിട്ട് ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട്. ഈ പകൽ സമയത്ത് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് കേരളത്തിൽ. പകൽ സമയങ്ങളിൽ തന്നെ ഇത് തലേന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേന്നുള്ള ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടെ. ഇവര് ദിവസങ്ങളായിട്ട് ഇത് പോകുന്ന കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ കൊടുത്തു എന്ന് പ്രവർത്തകർ പറയാറുണ്ട്. പല കാര്യങ്ങൾ, പല കുട്ടികൾക്ക് പൈസ കൊടുക്കുക, വലിയ വ്യാപകമായ രീതിയിൽ സാരി വിതരണം നടത്തിയിട്ടുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ പ്രവർത്തകർ പറയുന്നതാണ് നമുക്ക്. പക്ഷെ ഇതൊന്നും തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു. ഇത് ഒരിക്കലും എന്തായാലും ഒരിക്കലും അകപ്പെടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ. അപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഒക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. എന്താണ് ഇതിനെതിരെയുള്ള നടപടി എന്നതുകൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിരിക്കുന്നത്. തനിക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന് ദൃശ്യങ്ങളിലുള്ള ദേവു മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം എന്നാലും ഈ വിഷയത്തിൽ നടക്കും. വിശദമായ അന്വേഷണത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും പോലീസ് വിഭാഗത്തിനും റിപ്പോർട്ടിന്റെ പകർപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും പാലക്കാട് BJP പല വീടുകളിലും സാരികൾ വിതരണം ചെയ്തു എന്ന ഒരു ആരോപണം കൂടി ഇതിനോടൊപ്പം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതോടെ ശോഭാ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നീക്കം കൂടുതൽ കടുപ്പിക്കുകയാണ് മുന്നണികൾ. അപ്പോൾ പാലക്കാട്ടെ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. പാലക്കാട് നമുക്കറിയാം ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒന്നും പ്രവചിക്കാനാകാത്തൊരു സാഹചര്യം. അവിടെയാണ് ഇത്ര വലിയ വിവാദം ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അലയടിക്കുന്നത്. നമുക്കൊപ്പം CV അനുമോദും R കിരൺ ബാബുവും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, ഒരു നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഇത്രമാത്രം വിവാദങ്ങൾ അലയടിക്കുന്നത് അപൂർവമാണ്. ആ രീതിയിലുള്ള വലിയ വിവാദമാണ് പാലക്കാട് നമ്മൾ കാണുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ ഡീൽ ആരോപണം കത്തി നിന്നത്
എന്നതാണ്. ഇന്നിതാ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും സമാനതകളില്ലാത്ത വിവാദമാണ് അവിടെ അരങ്ങേറുന്നത്. ഇതെങ്ങനെ ബാധിക്കും? ശോഭാ സുരേന്ദ്രന് കൃത്യമായി മറുപടി പറഞ്ഞു പോകാൻ കഴിയുന്നുണ്ടോ ഈ ഉയർന്ന വിവാദത്തിൽ? പിഷാരടി മൗനം ഭജിച്ചുകൊണ്ട് തന്നെ അതിനെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കാണാം. ഇത് നേരത്തെ തുടങ്ങിയതാണെന്ന് LDF സ്ഥാനാർത്ഥി പറയുന്നു. എങ്ങനെയായിരിക്കും മണ്ഡലത്തിന്റെ ഫലത്തെയൊക്കെ ഇത് സ്വാധീനിക്കാൻ പോകുന്നത്? രേണുക, കൊട്ടിക്കലാശം കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു BJP എന്നാണ് BJP ക്യാമ്പ് അവകാശപ്പെടുന്നത്. വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പിന് കേവലം 12 മണിക്കൂർ മാത്രം അകലെ നിൽക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലാണ് BJP പാലക്കാടുള്ളത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാതെ അഴകുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥാനാർത്ഥിയും അതിനെ ന്യായീകരിക്കുന്ന പാർട്ടിക്കാരെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. സാധാരണ ഏതൊരു സാമാന്യബോധമുള്ള ആൾക്കാരും ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ അതിലെ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അവിടെ ഈ BJPക്ക് ഈ സംഭവവുമായി ബന്ധമില്ലാതെ ന്യായീകരിക്കാനാണ് സ്ഥാനാർത്ഥി ശ്രമിച്ചത്. പക്ഷേ അവിടെയും ആ പണം നൽകിയ ആൾ അതല്ലെങ്കിൽ അവരെ പോലെ ഉള്ള ഒരാൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിനെപ്പോലും അവർ തള്ളിക്കളയുകയാണ്. വാഹനത്തിൽ ഞങ്ങൾ 2 പേർ മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ 41 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ വീഡിയോ ക്ലിപ്പിൻ്റെ അവസാന ഭാഗത്ത് കാറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുന്നത്. അതും അവരാണ്, അവരുടെ അതേ ശൈലിയിൽ വസ്ത്രം ധരിച്ച ഒരാൾ തന്നെയാണ് ഈ പണം നൽകുന്നത്. സ്വാഭാവികമായിട്ടും ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് വ്യക്തമാകും. പക്ഷേ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഇതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആ ദൃശ്യം പകർത്തിയവർ തന്നെ ശല്യം ചെയ്യുകയായിരുന്നു, പിന്തുടരുകയായിരുന്നു, അശ്ലീല ചേഷ്ടകൾ കാണിക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ അവർ പറയുന്ന ആ ന്യായീകരണങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമാണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഇത് സംബന്ധിച്ച് എന്താണെങ്കിലും അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിൽ ഈ പ്രതിരോധം തീർക്കേണ്ടി വന്നത് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ വേണം കാണുവാൻ. പണത്തിൻ്റെ മുകളിൽ ആത്മാഭിമാനം പാലക്കാടുകാർ പണയം വയ്ക്കില്ല എന്ന ഷാഫി പറമ്പിലിൻ്റെ ആ മറുപടി കൂടി ഇതിനോട് ചേർത്ത് വായിക്കും പാലക്കാട്ടുകാർ എന്ന് വേണം കരുതുവാൻ. സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു സ്വാധീനം ആ മണ്ഡലത്തിൽ മാത്രമല്ല ചെലുത്തുക. ഇത് സമാനമായ രീതിയിൽ BJP ഇപ്രകാരമാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലാണ് BJPയുടെ പ്രവർത്തനമെന്ന ആരോപണം അത് മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസും മറ്റു വിവാദങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഒരിക്കലും പൊന്തി വരാൻ സാധ്യതയില്ല. അത് സമയമെടുത്ത് തന്നെ ഇത്തരം കേസുകളിലൊക്കെ വരികയുള്ളൂ, പരാതി ഔദ്യോഗികമായിട്ട് ചെന്ന് അന്വേഷണത്തിന് ശേഷം. പക്ഷേ ജനങ്ങൾ ഇതിൽ എന്ത് തീരുമാനിക്കുമെന്നുള്ളത് നാളെ തന്നെ അറിയാൻ കഴിയും. അതിൻ്റെ വിധി നമുക്ക് മെയ് 4 അറിയുമെങ്കിൽ പോലും ജനങ്ങളുടെ തീരുമാനം അത് നാളെ ബാലറ്റ് പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പാണ്. ഇതുവരെ ഉണ്ടായിരുന്നൊരു മേൽക്കൈ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് BJP ക്യാമ്പിൽ തോന്നിയിരുന്ന ആ മേൽക്കൈ ഇന്നത്തെ ഈ സംഭവങ്ങളോടെ പ്രതിരോധത്തിലാവുന്നൊരു സാഹചര്യമാണ് നമ്മൾ പാലക്കാട് കണ്ടിരിക്കുന്നത്. ഒപ്പം അനുമോദ്, നമുക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ കിറ്റ് വിവാദം ഇതിനു മുൻപ് തന്നെ ഉയർന്നു. BJPയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. പക്ഷേ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും 700-ലധികം കിറ്റുകൾ പിടിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ആരോപണം അത് വോട്ടിന് കോഴ എന്ന തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ മൗനം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി താനൊന്നും പറയുന്നില്ല എന്നതായിരുന്നു. നമുക്കറിയാം നേരത്തെ പല വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടല്ല പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും രമേശ് പിഷാരടി അങ്ങനെ ഒരു ടാക്ടിക്കൽ സ്റ്റാൻഡ് സ്വീകരിച്ചിരുന്നു. അത് തനിക്കെതിരെ കോമാളി പരാമർശം ഉണ്ടായപ്പോഴാണ് എങ്കിലും ഒക്കെ രമേശ് പിഷാരടിയുടെ ഒരു സമീപനം അതായിരുന്നു. രമേശ് പിഷാരടിയെ തടഞ്ഞ ഒരു സംഭവം വരുമ്പോൾ അതിലും പ്രതിഷേധമൊന്നും വേണ്ട എന്ന തരത്തിലുള്ള സമീപനം രമേശ് പിഷാരടി സ്വീകരിക്കുന്നു. അതൊരു ബുദ്ധിപരമായ നീക്കമാണോ? അതുപോലെ ഒരു നീക്കം തന്നെയാണോ ഇവിടെ ഈ വിഷയത്തിലും പിഷാരടി എന്ന സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നത്? അതേസമയം നിയമപരമായി നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടർമാരെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു കാര്യമായി വേണമോ മനസ്സിലാക്കാൻ? നമുക്കറിയാം വോട്ടർമാർ പഴയ പോലെയല്ല വോട്ട് ചെയ്യുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും അളന്നു മുറിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. അവരുടെ പ്രതികരണം, അവരുടെ ശരീരഭാഷ, അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അവർ ക്ഷോഭിക്കുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ കൃത്യമായ ഒരു വിലയിരുത്തൽ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും
ഇപ്പോൾ നമുക്ക് സാമാന്യ ജനങ്ങൾക്കുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ സംസാരിക്കുന്ന ശൈലിയും അല്ലെങ്കിൽ അതിനോട് രണ്ട് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് ഓരോരുത്തരും വിലയിരുത്തും. രമേശ് പിഷാരടിയുടെ അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒരു വാഗ്മിയാണ്, സരസമായി സംസാരിക്കും, ആഴത്തിലുള്ള വിഷയങ്ങളിൽ അറിവ് അദ്ദേഹം പലയിടത്തും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ടാക്ടിക്സ് അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് മനസ്സിലായത്. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന് പല അഭിപ്രായങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മിതവാദിയാണ് താനെന്ന് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് രമേശ് പിഷാരടിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് വടക്കന്തറയിൽ അന്ന് തടഞ്ഞപ്പോൾ അതിനെ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്ത് അദ്ദേഹം തിരിഞ്ഞുപോയത്. അന്ന് അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന തരത്തിലോ മോശമായി പറയുന്ന തരത്തിലോ ഒന്നും പറഞ്ഞില്ല. ജനാധിപത്യമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ച് മടങ്ങുകയാണ് ചെയ്തത്. ഇന്നും അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രൻ്റെ ആഞ്ഞടിക്കാവുന്ന ഒരു ആയുധമാണ് അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയിരുന്നത് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം നിയമത്തെ ഞാൻ മാനിക്കുന്നു, നിയമം അനുശാസിക്കുന്ന തരത്തിൽ പെരുമാറുകയുള്ളൂ എന്നൊരു സന്ദേശം, അതായത് താൻ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന സന്ദേശം വോട്ടർമാർക്ക് കൈമാറാനാണ് ഈ ഘട്ടം ഉപയോഗിച്ചത്. അതല്ലാതെ ശോഭാ സുരേന്ദ്രനെ കടന്നാക്രമിച്ച് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് പോലെയല്ല അദ്ദേഹം ആ വിഷയം കൈകാര്യം ചെയ്ത്. ഇത് മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ ആ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളും മറ്റും പുറത്തു വരികയും അവരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് നേരത്തെ നമ്മൾ എപ്പോഴും വിലയിരുത്തുന്ന ഒരു കാര്യം, സ്ത്രീ വോട്ടർമാരാണ് പാലക്കാടിൻ്റെ വിധി നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ കാര്യങ്ങൾ കൂടി അവർ വിലയിരുത്തുമെന്ന് തന്നെ വേണം കരുതുവാൻ. എന്താണെങ്കിലും ഓരോ സ്ഥാനാർത്ഥിയുടെയും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രതികരണവും അവരുടെ വിശകലനവും ഓരോ സമയത്തുള്ള സ്വഭാവ സവിശേഷതയൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാകും ഈ നിർണായക ഘട്ടത്തിൽ വോട്ടർമാർ അവരുടെ അവകാശം വിനിയോഗിക്കുക എന്ന് ഉറപ്പാണ്. ആ ഘടകങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടും, അതുകൂടി വിലയിരുത്തപ്പെടും എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. ആ കാറിലെ ഡ്രൈവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രനെ കാണുന്നു. പക്ഷേ അത് തന്നോട് അശ്ലീല ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത്. അപ്പോഴും വോട്ടിന് കോഴ ആരോപണത്തിൽ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ ഒന്നും കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രന് പറയാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, മാറ്റത്തിന് വേണ്ടിയാണ് BJP ഇത്തവണ സംസ്ഥാന വ്യാപകമായി വോട്ട് ചോദിച്ചത്. വികസനമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വികസനത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിച്ച BJPയുടെ യഥാർത്ഥ രൂപം ഇതാണോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.